നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 16 ഇന്നലെ സെൽറ്റ വിഗോയെ റയൽ മാഡ്രിഡ് തോൽപ്പിച്ചത് 5-2 പക്ഷേ കളി വിജയിക്കാൻ എക്സ്ട്രാ ടൈമിലേക്ക് പോവേണ്ടി വന്നു. ആദ്യം 2 ഗോളുകളുടെ ലീഡുമായിട്ട് നിന്ന റയൽ മാഡ്രിഡിന് പക്ഷേ കളിയുടെ അവസാന ഘട്ടത്തിൽ 2 ഗോളുകൾ തിരികെ വാങ്ങേണ്ടി വന്നു. പിന്നീട് ഹെൻഡ്രിക്കിൻ്റെ കിടിലൻ ബ്രേസും വാൽവെർദയുടെ ഒരു ബാങ്കറും ചേർന്നുകൊണ്ടാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഇന്നലെ സാന്റിയാഗോ ബെർണാബുവിൽ നടന്ന മത്സരത്തിനിടക്ക് റയൽ മാഡ്രിഡിൻ്റെ ആരാധകർ സ്വന്തം ക്ലബിനെ കൂവി വിളിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ആ കൂവലുകളെക്കുറിച്ച് ഇപ്പോൾ കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നത് അതൊരു വേക്കപ്പ് കോളാണ്, ഒരു വിളിച്ചുണർത്തലാണ്. ബാഴ്സലോണയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ടീം മോശം പ്രകടനം നടത്തി, അതിൽ നിന്ന് തിരികെ വരണം, അതിൽ നിന്ന് തിരികെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു വേക്കപ്പ് കോളാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ബെർണാബുവിലെ കൂവലുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേക്കപ്പ് കോൾ. അതൊരു വേക്കപ്പ് കോളാണ്, ഞങ്ങളുടെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വേക്കപ്പ് കോളാണ്. ബാഴ്സലോണയ്ക്കെതിരെയുള്ള ബാഡ് ഗെയിമിൽ നിന്ന് ഞങ്ങൾ ഉണരാൻ വേണ്ടിയിട്ടുള്ളൊരു വിളിച്ചുണർത്തൽ. അത് ആക്സെപ്റ്റബിളാണ്. തീർച്ചയായിട്ടും ആരാധകർക്ക് അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കാം, അത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ കളിയിൽ അദ്ദേഹം ഇന്നലെ പറയുകയാണ്, ഇന്നത്തെ കളിയിൽ ഞങ്ങൾ ഡിഫൻസിൽ ഒരുപാട് മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. 2 ഗോളുകൾ ഞങ്ങൾ കൺസീഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് കൊണ്ട് സംഭവിച്ചതാണ്. കളിയുടെ ആദ്യത്തെ 70 മിനിറ്റ് ഞങ്ങൾ തന്നെയാണ് ആധിപത്യം പുലർത്തിയത്, പിന്നീടാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. എന്തായാലും മികച്ച വിജയം നേടാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട് എന്നുകൂടി ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.